ആലപ്പുഴയിൽ 3 മുന്നണി സ്ഥാനാർത്ഥികളും പ്രചാരണം തുടങ്ങി. കെ.സി. വേണുഗോപാൽ കൂടിയെത്തിയതോടെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രചാരണവും വാദപ്രതിവാദങ്ങളും കടുക്കും. ഇടതുമുന്നണിയിൽ നിന്നും സിറ്റിംഗ് എം.പി. എം ആരിഫ്, UDF-ൽ നിന്നും 2 തവണ ആലപ്പുഴയെ പ്രതിനിധീകരിച്ച കെ.സി. വേണുഗോപാൽ, NDA-യിൽ നിന്നും BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ എന്നിവരാണ് പ്രധാന സ്ഥാനാർത്ഥികൾ. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചിത്രം വ്യക്തമായതോടുകൂടി വലിയ ആവേശത്തിലേക്ക്, തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മറ്റെല്ലായിടങ്ങളിലെയും പോലെ ആലപ്പുഴയിൽ നീങ്ങുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മളുള്ളത് UDF സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിലാണ്. AICC ജനറൽ സെക്രട്ടറി കൂടിയായ കെ.സി. വേണുഗോപാൽ ഇവിടെ ഇന്ന് പ്രചരണം ആരംഭിക്കുകയാണ്. അത്തരത്തിൽ ഒരു വശത്ത് UDF-ന്റെ വലിയ ആവേശകരമായ റോഡ് ഷോ അടക്കമുള്ള പ്രവർത്തന പരിപാടികളുമായി, തിരഞ്ഞെടുപ്പ് പരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ആദ്യഘട്ട പ്രചരണം LDF പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് വളരെ നേരത്തെ തന്നെ LDF-ന്റെ സ്ഥാനാർത്ഥിയായ സിറ്റിംഗ് MP AM ആരിഫിനെ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ടത്തിൽ തന്നെ മുന്നോട്ടിറങ്ങിയ LDF വലിയ തോതിൽ അവരുടെ പ്രചരണവുമായി മുന്നോട്ട് പോവുകയും പ്രചരണത്തിന്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തിട്ടുണ്ട്. മാവേലിക്കര മണ്ഡലത്തിലും അത്തരത്തിൽ ഒരു പുതുമുഖത്തെ ഇറക്കിക്കൊണ്ട്, അരുൺകുമാറിനെ പോലെയുള്ള ഒരു പുതുമുഖത്തെ ഇറക്കിക്കൊണ്ട് LDF ഇത്തവണ അത്തരത്തിൽ വോട്ട് പിടിക്കാനും ആ സീറ്റ് പിടിക്കാനുമായുള്ള പരിശ്രമം നടത്തുമ്പോൾ മറിച്ച് സിറ്റിംഗ് MP ആയ അവിടെ തുടർച്ചയായി വിജയിക്കുന്ന കൊടിക്കുന്ന് സുരേഷാണ് UDF-ന്റെ സ്ഥാനാർത്ഥിയായി ഉള്ളത്. ഒപ്പം BDJS-ന്റെ ബൈജു കലാശാലയാണ് മാവേലിക്കരയിൽ NDA സ്ഥാനാർത്ഥിയായി ഉള്ളത്. ആലപ്പുഴ മണ്ഡലത്തിന്റെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ഇടത് വലത് മുന്നണികൾക്ക് മുൻതൂക്കമുണ്ട്, അല്ലെങ്കിൽ വിജയം മാറി മാറി വിജയം വരുന്ന മണ്ഡലങ്ങളിലൊന്നാണ്. ആ മാറ്റം തുടർച്ചയായ വിജയത്തിലേക്ക് എത്തിച്ചത് കെ.സി. വേണുഗോപാലാണ്. കെ.സി. വേണുഗോപാൽ കഴിഞ്ഞ തവണ വിട്ടുനിന്നെങ്കിലും ഇത്തവണ തിരഞ്ഞെടുപ്പിലേക്ക് വീണ്ടും വന്നിരിക്കുന്നു. അത് ഒരു ആവേശം UDF പ്രവർത്തകരിൽ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. അതേസമയം സിറ്റിംഗ് MP എന്ന നിലയിൽ കഴിഞ്ഞ തവണയും വലതു തരംഗം ആഞ്ഞു വീശിയപ്പോൾ ആലപ്പുഴ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് AM ആരിഫ് രംഗത്തിറങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ടേമിൽ, അതായത് കഴിഞ്ഞ NDA-ക്ക് നിലം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞ മണ്ഡലങ്ങളിലൊന്നാണ് ആലപ്പുഴ. 1,87,000 വോട്ടാണ് കഴിഞ്ഞ തവണ KS രാധാകൃഷ്ണനിലൂടെ NDA നേടിയത്. എന്നാൽ ആ 1,87,000 വോട്ടിനേക്കാൾ വോട്ട് നില ഉയർത്താനാകുമെന്ന പ്രതീക്ഷയിൽ ശോഭാ സുരേന്ദ്രനെ ഇറക്കി ഈ തട്ടകത്തിൽ BJP അവരുടെ സ്ഥാനം ഉറപ്പിക്കാനായി ശ്രമിക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ വലിയ ആവേശകരമായ മത്സരമാണ് നടക്കുന്നത്. എന്തായാലും ഇന്ന് UDF-ന്റെ സ്ഥാനാർത്ഥിയായി കെ.സി. വേണുഗോപാൽ കൂടി എത്തിയതോടെ തിരഞ്ഞെടുപ്പ് കളം വലിയ ഒരു ആവേശത്തിലേക്ക് നീങ്ങിയിരിക്കുന്നതാണ്. കടുത്ത മത്സരത്തിന്റെ ദിനങ്ങളായിരിക്കും, കടുത്ത രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ദിനങ്ങളായിരിക്കും വരും ദിവസങ്ങളിൽ ആലപ്പുഴയിൽ ഉണ്ടാകുക. എന്തായാലും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾ മത്സര രംഗത്തേക്ക് എത്തിയതോടുകൂടി ആലപ്പുഴ ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നായി മാറുകയാണ്. എന്ന വേനൽച്ചൂടിലും ആലപ്പുഴയിലെ തെരഞ്ഞെടുപ്പ് കളം വലിയ ആവേശത്തിലാണ്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ തീപാറുന്ന പോരാട്ടമായിരിക്കും നടക്കുക. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, News 18.